ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഞങ്ങളൊന്നേ ഒരു ചെറിയ പർച്ചേസിന് പോവാം. പർച്ചേസ് അല്ല, ഒരു സാധനം കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ നാട്ടിൽ പോയതുകൊണ്ട് ഇവർ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ രണ്ടും പാടെ പറ്റി പിടിച്ച് എന്റെ കൂടെ പോരാണ് അല്ലേ? അങ്ങനെ പറയും. എമ്മിക്കുട്ടന്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട്. നോമ്പ് വെച്ചിട്ട് ഭയങ്കര ടയർഡ്, ഭയങ്കര ചൂടാണ്. ഇപ്പൊ ചൂട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ദുബായില്. അപ്പൊ ഞങ്ങളിങ്ങനെ ഡ്രാഗൺ മാർട്ടിക്ക് അന്ന് പോണത് ആവശ്യത്തിനല്ല, പക്ഷെ ആവശ്യത്തിലാക്കും. ഓക്കെ, അപ്പൊ എന്റെ കാര്യത്തിനാക്കാന്നാല്. അപ്പൊ ഞങ്ങളേ ഡ്രാഗൺ മാർട്ട് പോയിട്ട് ചെറിയ കുഞ്ഞു വീഡിയോ കേട്ടാ. ഹെമിക്കുട്ടി എവിടെ ബസ് ഉണ്ടായാലും അത് കാണും. ഭയങ്കര സ്കൂൾ ബസ് കാണുമ്പോ ഭയങ്കര താല്പര്യം. സ്കൂളൊക്കെ ചേർത്തി കഴിഞ്ഞാൽ പോകുമ്പോ എന്താവും അറിയില്ല. അല്ലേ, ഇതാണ് ദുബായിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ 3:30 സമയം, നല്ല ചൂടാണ്. നോമ്പ് തുറക്കാനാകുമ്പോ എത്തും. നോമ്പ് തുറക്കാനാകുമ്പോ എത്തുവാറില്ല അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നോമ്പറക്കാൻ വേണ്ടി പോയിട്ട് വരുന്ന ഹോട്ടലുണ്ടായില്ലേ കഴിഞ്ഞ പ്രാവശ്യം നോമ്പറക്കാൻ തന്നെ. ഇത് കിട്ടിയ കാരണം അവിടെ അടിപൊളി റെസ്റ്റോറന്റ് ഒക്കെ കൊണ്ടുപോയതാ. അവിടെ പോയി നോക്കുമ്പോ അവിടെ ബൊഫെ മാത്രമുള്ള ആ സമയത്ത് നല്ല ഫുഡായിരുന്നു. ഒരു ദിവസം ഇന്ന് ചിലപ്പോ നമ്മളവിടെ ഫുഡ് കഴിക്കാൻ പറ്റുമോ? എട്ടരാകുമ്പോ ഇന്ന് വീട്ടിൽ എത്തും. നമ്മള് ഇന്നലെ പറഞ്ഞ മാതിരിക്കുന്ന മറ്റേ ഇതുണ്ടാക്കണ്ടേ? എന്ത് ആനുണ്ടോ ഓന്റെ വിചാര? അങ്ങനത്തെ മരങ്ങളൊക്കെ കാണുമ്പം നമ്മള് കാർട്ടൂണില് കാട് കാണുന്നില്ലേ, അതുപോലത്തെ ഓന് ഫീൽ ചെയ്യുന്നേ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആനുണ്ടെന്ന് ആള് പറയണേ. എപ്പോഴും പോകുമ്പോ കാണിച്ചു തരും. ഓ, അങ്ങോട്ടുള്ള ട്രാഫിക്കില് അപ്പുറത്തെ റോഡ് ഫുള്ള് നല്ല ട്രാഫിക്കാ. ഓലൊക്കെ നോമ്പറക്കാൻ അമ്പത്തിനോട് എത്തിക്കൂലേ വീട്ടില്? പോയി തിരിച്ചു വന്നിട്ട് വേണം നോമ്പറക്കാന്. പുറത്തുനിന്ന് നോമ്പറക്കാനുള്ള പ്ലാൻ വല്ലതും ഉണ്ട് എനിക്ക്? എന്ത് പുറത്തുനിന്ന് നോമ്പറക്കാന്ന് എമ്മിയ വെക്കാ? വലിയ വണ്ടി വെക്കാ? എമ്മിയ വലിയ വണ്ടി വെക്കാ? ട്രക്ക് കേട്ടോ, ട്രക്ക് പറഞ്ഞ ഏത് പോത്തോ? പോത്തല്ല, ട്രക്ക്. കുറച്ചുകൂടി പോയിട്ടല്ലേ മറ്റേ ഫ്ലൈറ്റ് ഇറങ്ങണ കാണുമോ? ഫ്ലൈറ്റ് ഇറങ്ങുന്ന ഭാഗ്യം സാധാരണ കിട്ടാണ്ട് എല്ലാ പ്രാവശ്യം കിട്ടലുണ്ട്. കൂടി മുന്നോട്ട് പോയാല് കാണാം. ചിലപ്പോ അതിന് മുന്നേ നമ്മൾ തിരിയോ സംശയമുണ്ട്. ചിലപ്പം കിട്ടും. അതാ ഫ്ലൈറ്റ് അതാ പോണ. അപ്പൊ പറഞ്ഞ സാധനം അതാ പോണ ഫ്ലൈറ്റ്. എമിയെ വിമാനം അതാ ബ്ലറായ അതാ എമിറേറ്റ്സിന്റെ വാലാണത്. എമിറേറ്റ്സിന്റെ ആണ് എയർപോർട്ട്. ദുബായ് എയർപോർട്ട്. നീ കുറച്ചേരം കൂടി വിമാനം എമിയെ കുറച്ചേരം കൂടെ നിക്കാന്നുണ്ടെങ്കിൽ പോലെ കാണാം, നമുക്ക് അടുത്തടുത്ത് കാണാം. പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പം നല്ല ട്രാഫിക്കിൽ പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നോക്കട്ടെ, ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്താം. എനിക്ക് തരുന്നല്ലേ ഇടാൻ പറ്റുള്ളൂ. ബാക്കിലൊന്നും തിരുമ്പൂല. ഇല്ലട്ടൊക്കെ തിരുമ്പലൊക്കെ ഉണ്ട്. ഇതിടാ എളുപ്പത്തിന് ഇടുക. പിന്നെ നമ്മളിപ്പോ പോണ കേട്ടാ ന്യൂസേ, ദുബായിലുള്ള ചൈന മാർക്കറ്റ് എന്ന് പറയും. ചൈന മാർക്കറ്റ് എന്നാണ് ഡ്രാഗൺ മാർട്ട്. ഏകദേശം എല്ലാ സാധനങ്ങളും അവിടെ അമ്മയും പാപ്പില്ലാത്ത കിട്ടുന്നൊക്കെ പറയും. ഏകദേശം എല്ലാ സാധനവും ദുബായിൽ ചൈനീസ് ചിലപ്പോ ചൈനീസ് മാർക്കറ്റ് എനിക്ക് അവിടെ വില കുറവായിട്ട് തോന്നില്ല. പക്ഷെ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് നല്ല പറയുന്നുണ്ട്. ഇന്ത്യ സാധനങ്ങൾക്ക്, അതായത് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ എന്റെ മറ്റേ ചാനൽ കാണുന്നവർക്ക് അറിയാം. പിന്നെ ഓഡിയോ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എനിക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അങ്ങനത്തെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങള് ഇവള് സ്വീപ്പാക്കി അങ്ങനെയല്ല. കുറച്ച് വയസ്സ് പേഴ്സണൽ കാര്യങ്ങൾക്ക് ഇലക്ട്രോണിക്സിന്റെ സാധനങ്ങൾ. മറ്റതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന എങ്ങനത്തെ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം കേട്ടാ. അതിൽ എങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത്. ഞാന് പ്രൊഫഷണലി ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ടോയ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോ നല്ല റേറ്റ് ഉണ്ട്. ടോയ്സ് അങ്ങനത്തെ സാധനങ്ങൾ ഒരു ഷോപ്പിൽ ചെന്ന് ചോദിച്ചപ്പോ
എന്താ 30 ദിറംസ്. മറ്റേ വേറെ അവിടുന്ന് കുറച്ചും കൂടി കഴിഞ്ഞ് ചോദിച്ചപ്പോ എന്താ 20 ദിറംസ്. അങ്ങനെ അങ്ങനെ ലാസ്റ്റ് എത്രയാണ് കിട്ടിയ നമുക്ക്? 10 ദിറംസിന് 20 ദിറംസിന് കിട്ടില്ലേ? അതുപോലെ അന്ന് വേറെ ടോയ്സ് അങ്ങനെ നല്ല വില പേശിനനുസരിച്ചാണ് അവിടുത്തെ സാധനങ്ങള് കൂട്ടി കുറച്ച് കിട്ടുക. അതൊക്കെ ഓരോരുത്തരും മുടുക്കാം. മെഷീനറി ആൻഡ് ഹാർഡ്വെയർസ് അവിടെ നിർത്തല്. കാരണം ഇവിടുന്ന് എനിക്ക് സുഖമായിട്ട് വയ്യ അറിയുന്നതിനോട് അമ്പലത്തിൽ കൂടെ പോക്ക്. മറ്റെല്ലാത്തിനും ഓരോ EB1 EB2 AB EB ഒക്കെ കുറേ ഗേറ്റുകൾ ഉണ്ട് ഇവിടെ. വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് ഭാഗത്തു കൂടെ വരുന്നതെന്നുള്ളത്. ഓ പിന്നെ 3 മണിക്കൂർ പാർക്കിംഗ് ഫ്രീ ആണ്. അതിന് ശേഷം 3 മണിക്കൂർ പാർക്കിംഗ് ഫ്രീ ആണ്. അതിന് ശേഷം പിന്നെ നമ്മൾ എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ ഈ ഒരു റമദാൻ ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും വളരെ. നല്ല വെയിലാ. ഞങ്ങളെ ഗേറ്റ് ആണ് EB2. ആ ഗേറ്റിക്കാണ് പോണേ. അതെ EB2 ഉണ്ടല്ലേ, മെഷീനറി ആൻഡ് ഹാർഡ്വെയർ. ആ ഗേറ്റിൽ കൂടെ പോയാലും കറക്റ്റ് അറിയാം. പക്ഷെ അങ്ങോട്ട് പോകണം നമുക്ക്. വാ അത്താ ടോയ്സാ നോക്കിയാ ടോയ്സാ എന്ത് ബേബി പിടിച്ചോട്ടോ എമ്മേ ടോയ്സ് വേണോ? ടോയ്സ് വേണോ? എന്ത് ഇത് എമിക്ക് വാങ്ങിനല്ലോ പപ്പ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയില്ലേ? എമിക്ക് ഉണ്ടല്ലോ. ടോയ്സിന്റെ കളക്ഷൻസ് ഉണ്ട് അല്ലേ? നല്ല ടോയ്സിന്റെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. എന്താ ഹെമി 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 കുട്ടാ ബ്രോ ഇതെന്താ? റോബോട്ട് എന്താ ഡാൻസ് കളിക്കണ്ടോ? ഡോള് How much for this? 120 ദിറംസ് ആ റോബോട്ടിന്റെ അതില്ലേ? ബാ നമ്മൾ വന്ന കാര്യത്തിൽ പോ. മതി മതി വാ. അവിടെ ഉണ്ട് ബാ ബാ അവിടെ ഉണ്ട്. നോ 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 അങ്കിൾ ചീത്ത എടുത്താളെ. അപ്പുറത്ത് സംഭവം ലോകല്ലേ? എല്ലാ സാധനം കിട്ടും ഇവിടെ. ലോകം തന്നെ. നമ്മള് വന്ന കാര്യത്തിലേക്ക് പോവാം. എന്ത് വന്ന കാര്യത്തിലേക്ക് പോവാം നമുക്ക്. നാട്ടിലെ മുട്ടായി തെരുവ് പോയ പോലെ. എന്താ അപ്പൊ തുറക്കട്ടെ. മെച്ചെടുത്ത് പോയാണ്ട്
അങ്ങനെ ഞങ്ങള് സാധനം വാങ്ങി. സാധനം വാങ്ങി ഞങ്ങള് അടുത്ത പോക്കിന് പോവാ. അടുത്ത് ചെറിയൊരു പർച്ചേസിങ് നെക്സ്റ്റ്. ഒന്ന് ഫിഷ് ഒക്കെ വാങ്ങാണ്ട്. കറിക്കാണ് ഫിഷോ? നോമ്പറക്കാൻ എന്താ ഫിഷ് വെച്ചിട്ട് നോമ്പറക്കാനുള്ള സാധനം കണ്ടടി. നോമ്പറക്കാനോ? കാക്ക വാങ്ങട്ടോ. ടേടല്ലെങ്കിൽ ഉണ്ടാക്കും. എന്ത് കൊയങ്ങിട്ടില്ലെങ്കിൽ നല്ല വെയിൽ കൊയങ്ങി. പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും തോന്നുന്നുണ്ടല്ലേ ഫുഡ്. നമുക്ക് എവിടുന്നേലും കിട്ടുമൊക്കെ പള്ളികളെ അല്ലെങ്കിൽ ഷാജപള്ളി പോവാ. ഷാജപള്ളി പോയി ക്യൂ നിന്ന് ക്യൂ ഒന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ ട്രാഫിക്. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ കണ്ടില്ലായിരുന്നോ? ഉറങ്ങുക വണ്ടി സൈഡായി വന്നു. ആ റോഡ് പോക്കെ നമുക്ക് പോകുമ്പോ അങ്ങോട്ടേക്ക് തിരിച്ചിങ്ങോട്ട് വന്നപ്പോ 20 മിനിറ്റ് കൊണ്ടെത്തി. അങ്ങോട്ട് പോകുന്നത് ഏകദേശം 1.5 മണിക്കൂർ. 20 മിനിറ്റിന്റെ ദൂരം 1.5 മണിക്കൂർ കൊണ്ടെത്തുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കേ ട്രാഫിക്കിന്റെ ഒരു ഭീകരത. ഇതാണ് ഷാർജക്കാരുടെ ദുരിതം. ഷാർജ താമസിക്കുന്ന പോലെ മെയിൻ ദുരിതം ഈ ട്രാഫിക്. മുഹമ്മദ് ബിൻ സായിദ് റോഡാണ് ഇപ്പോൾ. ഷാർജ താമസിക്കുന്നവരുടെ ദുരിതം. എന്താ ഉണ്ടാത്ത? എനിക്കിത് ശീലമല്ല, എനിക്ക് നല്ല ശീലമുണ്ട്. എന്റെ മുഖം നോക്കിയാ വെയിലടിച്ചിട്ട് കരിവാളിച്ച പോലെ അല്ലേ ഇതില്. പിന്നെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടി. എന്റെ ബെസ്റ്റ്. തെറ്റായിരിക്കണേ. ആവോങ്ങേനിയോ? എത്ര വണ്ടി അമ്മക്ക്? എത്ര വണ്ടി ചെയ്യണോ? അതെന്നോ അച്ഛൻ്റെ അപ്പോ ഞങ്ങൾ മക്ക മാർക്കറ്റ് വന്നാണല്ലേ? അമ്മയെ മക്ക മാർക്കറ്റ് വന്നല്ല, അമ്മേച്ചതാ പോണ മക്ക മാർക്കറ്റിക്ക്. ന്യൂസേ എൻ്റെ പർദ്ദയിൽ മൊത്തം ചളിയാ. മൊത്തം ചളിയായി. വണ്ടിന്ന് അയക്കും. ഹലോ ഹലോ, എന്താ അങ്ങനെ? ഇതെല്ലാം വേണ്ടി നോക്ക് നോക്ക്. എന്തിനാന്ന് പറഞ്ഞോണ്ടത്? എന്തിനാ എന്തിനാ അറിയും? എത്ര നോട്ടെ എടുക്ക്. തിരിച്ച് നോട്ടെ ബാക്കിൽ എത്ര വില നോക്കട്ടെ. എത്ര? 5.4. മൂടിയൊക്കെ ഉള്ള നോക്ക് നോക്ക്. കൈ തട്ടിയല്ലോ കേട്ടോ. പിന്നെ കയ്യിൽ നിന്ന് ഞാൻ കൊടുക്കൂല്ലോ. കാര്യം പറഞ്ഞു. അതെറ്റാ ഇതെടുത്തോ. ഇതെത്ര? 5 ഉള്ളൂ. അതിന് മൂടി ഉണ്ടെന്നുള്ളൂ. അതുകൊണ്ട് സെയിമാ. അടുത്തോ അവരെ പോരെ. ഓക്കെ, വരാൻ മറി മെച്ചോണ്ട്. മെച്ചോണ്ട് വരാൻ മറി. പറയേ ഐസ്ക്രീമോ? അതിനെ ചേച്ചി വരണേ. ഐസ്ക്രീം എത്ര വേണം എനിക്ക്? എത്ര വേണം പറയും. ഇത് എത്ര വേണ്ട ഐസ്ക്രീം? എത്ര വേണം പറയും. ഐസ്ക്രീം വേണോ? മൈക്ക് കുടിച്ച് നോക്കിട്ട് ഐസ്ക്രീം വാങ്ങിത്തരാം. പന്തുണ്ടല്ലോ പന്ത്. പന്ത് ഇതോ എനിക്ക് വേണോ? ടേപ്പ് ഉണ്ടോ? ടേപ്പ് ടേപ്പ് കുറച്ചുകൂടി വലുപ്പമുള്ളതാ. ഏതൊന്ന് ഉറപ്പിച്ചിട്ട് വേണം എടുക്ക്. അമ്മച്ചിക്ക് വീരാന്താ. സൈക്കിളോ? സൈക്കിളില്ല. ഇവിടുവാ. എമിക്കുണ്ടല്ലോ. എമിക്ക് പപ്പ സൈക്കിൾ വാങ്ങി തന്നല്ലോ കേട്ടോ. എന്താ ചിരിച്ചത്? അടച്ചാളാ. അടച്ചാളാ കേട്ടോ. ഒന്നും എടുക്കാൻ പറ്റൂല. അടച്ചാളാ.
എന്താ അടുത്ത എന്നാ ബാബാ എന്ന് തിന്നാൻ കിട്ടുക എമ്മേ തിന്നെന്തത്തെ തിന്നണേ ഐസ്ക്രീമോ ഉറങ്ങി നീച്ചിട്ടുണ്ട് കോലായേ മതേ പപ്പ കയറോ എന്താ ഞങ്ങള് എവിടെന്നാ ഫുഡ് കഴിക്കണേ വിനൂസേ അത് വെള്ളം ഇതെന്താ കിട്ടുമോ നോക്കട്ടെ. അന്ന് ഞങ്ങൾ പച്ചമുളക് റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് കിട്ടാൻ നോക്കട്ടെ. ട്രാഫിക് ഒക്കെ കഴിഞ്ഞ അടുത്തുമ്പത്തി നേരാണ്ട് പോകും. ഞാൻ ഈത്തപ്പഴം ഇതും ബാഗിലിട്ടീനി. എവിടെ വെള്ളം എടുത്താ ഈത്തപ്പഴൊക്കെ പോയി പോയോ നോട്ടെ. ആ കുഞ്ഞീത്തപ്പഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പോയിട്ട് കുറെ തിന്നുന്നത് എമ്മിക്കൊടുത്തു തിന്നോട്ടെ തിന്നോട്ടെ. അങ്ങനെ ഞങ്ങൾ പച്ചമുളകിലെത്തി. പച്ചമുളക് കൈകിട്ടോ നോൻ പറഞ്ഞാ ആ പൊളിച്ചെടുത്താ പൊടിച്ച കൈമരുണ്ടേല് പകുതി എല്ലാത്തിന്റെ പകുതി. സമൂസയും പകുതിയാ സമൂസ സ്മോൾ സമൂസ. ഇതാ ഇത് വത്തക്ക ഉള്ളതാ ചോദിക്ക. ഇതോ ഇത് തരിക്കഞ്ഞിണ്ട്, വത്തക്ക വെള്ളം ഉണ്ട്, സമൂസ ഉണ്ട്, പഴംപരുണ്ട്, പക്കുവാട, ഫ്രൂട്ട്സ്. നല്ല അടിപൊളി റിച്ച് ആണല്ലേ. ബില്ല് വരുമ്പോഴും റിച്ച് ആയാൽ മതി. ഞങ്ങളെ ഇന്നത്തെ ഇഫ്താർ പച്ചമുളക് റെസ്റ്റോറൻറ്റിൽ ഇന്നത്തെ ഇഫ്താർ വീട്ടിൽ എത്തിയില്ല. വാങ്ങി കൊടുത്തേ. വെള്ളം കുടിച്ചോ? വാങ്ങി കൊടുത്തിട്ടാ ഇത്തപ്പഴം. ആ ചെറിയ ഇത്തപ്പഴം റെഡി നമ്മളത്തെ ഒന്ന് നോമ്പോ വെള്ളം വെള്ളം മീൻ്റെ അല്ലേ വെള്ളം പാത്രം വന്ന് നൂൽ പൊറാട്ട. നൂൽ പൊറാട്ട നൂൽ പൊറാട്ട പപ്പക്ക നമ്മ പാത്രം കാലിയാക്കിയത് അവന്റെ പാത്രം എമ്മി കിട്ടത്തില്ല. മുറിച്ചിട്ടാ മുളകിട്ട ഫോട്ടോ മുളകിട്ട ഫോട്ടല്ല വീഡിയോ കാണിച്ചടാ. ഓ അയില മുളകിട്ടത്. ഓ നല്ല തലേൻ്റെ ഒരു ഫുള്ളായിരുന്നു കേട്ടോ. തലയും കാലൊക്കെ ഉണ്ട്. എല്ലാവരും കഴിച്ചു നോക്കാം. വേഗം തിന്നണം, ചൂടാറുന്നതിന് പറ്റില്ല. മീന് ഇത് തലയാണ്. അതിന് കഷ്ണം കൊടുക്കും. കഷ്ണം പപ്പ തരാം പപ്പ തരാം പപ്പ തരാം പപ്പ തരാം. നിക്ക് നിക്ക്. ഓ നല്ല പുളിയൊക്കെ ഇട്ടിട്ട് കുറേ ദിവസം മീൻ കൂട്ടിയിട്ട് നിങ്ങൾ പോയാലും മീൻ കൂട്ടിയില്ല. അതിന് മുമ്പ് ഞാൻ വേറെ മീൻ കൂട്ടിയില്ല. എന്ത് വെള്ളമോ ഇതാ
അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ട് നെസ്റ്റോയിൽ പോയി. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സും പിന്നെ ഫിഷും. അങ്ങനെ അതാ ടൊമാറ്റോ ഒക്കെ ഓരോന്നിങ്ങനെ നോക്കിയെടുക്കുകയാണ് ഞാൻ. അത് കഴിഞ്ഞ് ഫിഷിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഹെമിക്കുട്ടി ഓരോ ഫിഷ് വേണമെന്ന് പറയുന്നുണ്ട്. കക്ക എന്നൊക്കെ പറയുന്നുണ്ട് അവിടുന്ന്. അത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി ബില്ലടിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാൻ പോയേ.